വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് കാറിൽ പോകുമ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങോട്ടാ പോണേന്ന് അല്ലേ? ഗസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ എങ്ങോട്ടാ പോണേന്ന്. ഞങ്ങൾ ഇന്ന് പോണത് വില്ലേജ് മാളിലാട്ടോ. അത്ര ഏറ്റവും വലിയ മാളാട്ടോ അത്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചൂച്ച അപ്പഴത്തേനും ഉറങ്ങിണ്ടാന്ന്. എന്താ ചൂച്ചു വീട്ടിൽ നിന്ന് ഉറങ്ങില്ല രാവിലെ. അതുകൊണ്ട് ചൂച്ച ടയേർഡാണ്. ഇതിന്റെ തൊട്ടടുത്താട്ടോ ടോർച്ച് ടവർ ഉള്ളത്. കൊറേ ദിവസമായി ആലോചിക്കുന്നത് വില്ലേജ് മാളിൽ പോണെന്ന്. ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ കൊറേ ദിവസം ഒരു ദിവസം പോയിണ്ടാന്നേ. പിന്നെന്താ ഞങ്ങൾക്ക് വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ മാളാണ്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കേറിയാൽ നിങ്ങൾ എന്തായാലും നെറ്റ്. എന്താന്നറിയോ, ഇപ്പൊ രാത്രിയാണ് പുറത്ത്. ഞാൻ അകത്ത് കണ്ണു തുറന്ന് നിങ്ങൾ നോക്കിയാല് അകത്ത് പകലാവും. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കേറി ചെന്ന് നോക്കുമ്പോഴാണ് വഞ്ചിയില് വന്ന കുറെ ആൾക്കാർ അറബികളൊക്കെ പോണ കണ്ടത്. അവിടെ ആരെങ്ങൾക്ക് വേണമെങ്കിൽ വഞ്ചിയിൽ ചുറ്റിക്കറങ്ങി കാണാം. അവിടെ കുറെ സ്ഥലം ചുറ്റിക്കറങ്ങാൻ കാണുന്നുണ്ട്. അതോ ഞങ്ങൾ വേഗം പോയിട്ട് വേഗം വന്നു. അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ചൂച്ച അതിന്റെ ഉള്ളിൽ എത്തിയപ്പോ പെട്ടെന്ന് നേരം വെളുത്തെന്ന് വിചാരിച്ചിട്ട് എണിച്ച്. ഇത് ഞങ്ങളെ വീടിന് തൊട്ടടുത്തായോണ്ട് ഞങ്ങൾ ലാസ്റ്റ് പോവാന്ന് വിചാരിച്ച്. എന്നാ നമുക്ക് ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി കണ്ടാലോ? ഇവിടെ നല്ല ഭംഗിയില് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് സൂക്ഷിച്ചു നോക്കിയാലാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്കതൊക്കെ കണ്ടപ്പോ വാങ്ങിക്കാനൊക്കെ തോന്നിട്ടോ. കൊറേ ദൂരം നടന്നുകൊണ്ട് ചൂച്ചിന്റെ കാല് തളർന്നോണ്ട് പാപ്പ ചൂച്ചിനെടുത്ത് നടക്കണ്ടായി. എനിക്കൊക്കെ കാലൊക്കെ കടന്നി. ഖത്തറിലെ എല്ലാ മലയാളീസും എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. കൊറേ പേരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയണത് വരാത്തവരെടുത്താട്ടോ. ഖത്തറിലെ എല്ലാ മാളും നോക്കിയിട്ട് ഈ മാള് നോക്കിയാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ മാള് ഇതാണ്. ഇവിടെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഫ്ലവേഴ്സിന്റെ, പിന്നെ ബാഗ്, ഡ്രസ്സ്, പിന്നെ മേക്കപ്സിന്റെ സാധനങ്ങളിന്റെ ഒക്കെ ഉണ്ട്. വാച്ച്, നെക്ലേസ്, റിങ്സ്, കൊറേ ഉണ്ട്.
പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ അത് ചെയ്യാട്ടോ. നമുക്ക് മേടിക്കാനൊക്കെ ഇത് കണ്ടാ തോന്നുട്ടോ, അടിപൊളി സാധനം കേട്ടോ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇതാ മേടിക്കാൻ തോന്നി. ഇവിടെ നോക്കുമ്പോ കുട്ടികൾക്ക് പറ്റിയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്പ്രേ ഒക്കെ ഉണ്ട് കേട്ടോ. സ്മെല്ലൊക്കെ നോക്കാൻ അവർ തരും. ഇവിടെ നമുക്ക് വേണ്ടിട്ടായില്ല കത്തെന്നൊക്കെ എഴുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ എന്താ എല്ലാ നാട്ടിലത്തെ ആൾക്കാർക്കും എന്താ ഫുഡ് ഐറ്റംസ് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതില് ഞങ്ങള് പോണതിന്റെ ലെഫ്റ്റിലാണെങ്കിൽ എന്താ സ്കേറ്റിന്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ അഡ്വാഞ്ചർ പാർക്കിക്കാട്ടോ പോവാൻ പോണത്. ഞങ്ങളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കേറിക്കാട്ടോ. ആ സമയത്ത് കേറിയപ്പോ നിങ്ങൾ എന്താ കണ്ടേന്നൊന്ന് നോക്കണേ. ഞങ്ങൾ അതിനുള്ളിൽ കയറുമ്പോ ഒരു വലിയ സ്പീഡിൽ റൈഡ് പോണ്ടാന്ന് ചോദിച്ചാണെങ്കിൽ ഇട്ട് കാര്യം ഇട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതല്ല മാള് പോലെ ഒന്നല്ല കേട്ടോ. ഇവിടെ എന്താ നല്ല വലിയ വലിയ റൈഡ്സ് ഒക്കെ ഉണ്ട്. അമ്യൂസ്മെന്റ് പാർക്കിൽ കാണുന്ന പോലെ ഇട്ട് ഇവിടൊക്കെ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഗായ്സ്. കൊറേ റൈഡിലൊക്കെ കയറിയിട്ട് ആളുകളൊക്കെ പേടിച്ച് ഓളിയിട്ടുണ്ടായിരുന്നു. അതിനെന്താ നല്ല ടഫിൽ എന്താ നല്ല സ്പീഡിൽ പോണ റൈഡിലൊന്നും കുട്ടികളെ കയറ്റില്ല കേട്ടോ. വലിയവർ മാത്രമേ കയറ്റുള്ളൂ. കുട്ടികൾ ഇനി കയറിയ പേടിച്ച് കരിയും. അതുകൊണ്ട് കുട്ടികളൊന്നും കയറ്റില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കുറേ റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ അവിടെ ക്യാമറ പാടില്ല, പിന്നെ ഷാളും പാടില്ല, പിന്നെ അതിൽ ഇരുന്ന് ഫുഡ് ഐറ്റംസ് ഒന്നും തിന്നാനൊന്നും പാടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ വായിച്ചിട്ട് വേണം എന്താ പോവാന്, അതിന് കയറാന്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൊട്ടാര പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടോ എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് കുറെ റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ.
ചൂച്ച എല്ലാത്തിനും വാശി പിടിച്ച് കയറാനൊക്കെ നോക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിനുള്ളിൽ കിടപ്പത് ഫേസ് പോലത്തെ ഡ്രോയിങ്സ് ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവരവിടെ. ചൂച്ചക്ക് എല്ലാത്തിനും കയറാൻ വേണ്ടി ചൂച്ചി നല്ല വാശാന്ന് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഈ മാളി വന്നില്ലെങ്കിൽ മിസ്സാക്കിയേനെ. ഞാനാണെങ്കിൽ എന്താ അവിടുത്തെ ഒട്ടകത്തിന്റെ മേലെ കയറിയിട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കണ എല്ലാവരും എൻ്റെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് എല്ലാവരും എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ എന്തായാലും ഒരാൾ പോലും സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണണം കേട്ടോ. എൻ്റെ ഖത്തറിലുള്ള ഫ്രണ്ട്സും പിന്നെ നാട്ടിലുള്ള ഫ്രണ്ട്സും എന്തായാലും ഈ വീഡിയോ കണ്ടെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം കേട്ടോ. എന്നാലാണ് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചുറ്റി കറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുമ്പോഴാണ് എന്താ കുതിര കണ്ടത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് കുതിരയുടെ മേലെ കയറി കുറേ നേരം കളിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്കും ചൂച്ച് കണി അവിടെ നിന്ന് പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ അത്ര നല്ല അടിപൊളി കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്ത് നടക്കാൻ പോയിക്കുന്നു. ഇനി കുറേ സ്ഥലങ്ങളുണ്ടല്ലോ കാണാന്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ വേണ്ടി. പപ്പയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ നല്ല രസമാണ് കായ്. എനിക്ക് കാലൊക്കെ കടിയുണ്ട്, പക്ഷെ പപ്പ തന്നെ എടുക്കടിയില്ല കായ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ പപ്പൻ്റെ അടുത്ത് എന്നെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ഫോട്ടോസ് വേണ്ടിയിട്ട് അന്ന് നിൽക്കണ്ടായിരുന്നു. ആ സമയത്ത് വലിക്ക് എന്താ ചെയ്ത് വീഡിയോസ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ചോദിച്ചാണെങ്കിൽ ബാഗിലൊക്കെ മുട്ടായി തരയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുരുത്തക്കേടൊക്കെ ചെയ്യണ്ടായിരുന്നു. എനിക്കിതല്ല പണി, ഏത് നേരം കുരുത്തക്കേടൊക്കെ ചെയ്യല്ലേ. ആ സമയത്ത് ഞാൻ അവിടെ നിന്നിട്ട് ഫ്ലവേഴ്സിൻ്റെ അവിടെ നിന്നിട്ട് കുറേ പോസൊക്കെ എടുത്തിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഖത്തർ വിസിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാനിങ്ങനെ കുറേ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഖത്തറിൽ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും തോന്നുന്ന നിങ്ങളും ഖത്തർ വിസിറ്റ് ചെയ്തിരുന്നു. ഖത്തറിൽ കുറേ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇനി ആ വീഡിയോസൊക്കെ ഞാൻ ഇടും കേട്ടോ. അപ്പം എല്ലാവരും എന്തായാലും ആ വീഡിയോസൊക്കെ കാണണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.